നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. അപ്പോൾ നമ്മുടെ രേണുവിന് വീണ്ടും തലവേദന വന്നിട്ടുണ്ട്. മെഡിക്കൽ റൂമിനോട് നമ്മുടെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് തലവേദനയുണ്ടെന്നൊക്കെ. അന്നേരം എനിക്കിതിൽ മനസ്സിലായെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി ചെന്ന ആ സമയം മുതൽ ഇപ്പോഴത്തെ ആ ഒരു ടാസ്കും കാര്യം നടക്കുമ്പോൾ പോലും പുള്ളിക്കാരുടെ ഈ 10 വിരലും പുള്ളിക്കാരുടെ തലയിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മളൊരിക്കലും ഇങ്ങനെയുള്ള ഷോയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരു എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ട് പോവാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. കാരണം ഇവർക്ക് ഡെയിലി കുളിക്കാനോ ഇല്ലെങ്കിൽ തലനക്ക് വെള്ളം ഒഴിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം ആഴ്ച ഒരിക്കൽ കണ്ട് തല കഴുകാൻ പാടുള്ളെന്നാണ് പുള്ളിക്കാർ തന്നെ ആ ഷോയിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുമ്പോൾ കാരണം പുള്ളിക്കാരിക്ക് അവിടെ നടക്കുന്ന ബഹളവും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ ഇതിൻ്റെ ആ ഒരു ടെൻഷനും കൂടെ ഇരിക്കുമ്പോൾ തല കഴുകാൻ പറ്റാത്തവ എല്ലാം കൂടെ തലവേദന ഇളകുന്നതാണ്. അതൊരു ഉടനെ മെഡിസിൻ കൊടുക്കുമായിരിക്കും. അതിന് പുള്ളിക്കാരിക്ക് ഈ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അത് വെക്കേണ്ടായിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പല ടെൻഷനും പല കാര്യങ്ങളൂടെ ഒരിക്കലും ആ മുടിയൊന്ന് പിന്നി വെക്കുന്ന പോലും കണ്ടിട്ടില്ല. ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ അഴിച്ചിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ മടക്കി കെട്ടി എപ്പോഴും ആ കൈ രണ്ടും ആ തലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഈ 24/7 കാണുന്നതിൽ ഞാൻ രേണുവിനെ കാണുമ്പോൾ രേണുവിൻ്റെ 2 കൈകൾ എപ്പോഴും തലയിൽ തന്നെ ഇരിക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീലായിട്ടുള്ളത്. അന്നേരം അതൊരു വേണ്ടാത്തൊരു കാര്യമായിരുന്നു രേണുവിനെ സംബന്ധിച്ച്. ഈ ഷോയ്ക്ക് പോകുമ്പോൾ അല്ലാതെ നമുക്ക് എടുക്കാതെ കാരണം പുറത്ത് നിൽക്കുന്ന പോലെ അല്ലല്ലോ ഒരു ഷോയ്ക്കുള്ളിൽ ചെന്ന് കയറുമ്പോൾ. അന്നേരം അവിടെ കുളിക്കുന്നതിനായാലും നമ്മളത് മുടി കെയർ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കിയിട്ട് രേണുവിന് അത് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. അത് വെച്ച് കൊടുത്ത കമ്പനിയോടെ പറയുന്നത് പുള്ളിക്കാരി പോകുന്ന ഇങ്ങനെ വലിയൊരു ഷോയിലേക്കാണ്. അന്നേരം അവിടെ എല്ലാത്തിനും ലിമിറ്റുണ്ട്, പണ്ടത്തെ പോലെ അല്ല. അന്നേരം പല 8-7ൻ്റെ പണി കൊടുക്കുമെന്ന് തന്നെ ലാലേട്ടൻ തന്നെ പല വീഡിയോയിലും ഇതിലും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ പുള്ളിക്കാരിക്ക് അത് വെച്ച് കൊടുത്തത് തന്നെ ഒരു ബുദ്ധിമുട്ടായി പുള്ളിക്കാരിക്ക് ഫീലായി തുടങ്ങിയിട്ടുണ്ട്. അന്നേരം അതാണ് പ്രധാന തലവേദന കാര്യമെന്ന് പറയാം. പിന്നെ അതിൽ ഇതൊക്കെ പൊഴിഞ്ഞ് ആ വെച്ച എന്ത് സാധനം പൊഴിഞ്ഞ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ അറിയില്ല, നമുക്ക് കാണാം. ഈ പുള്ളിക്കാരി അവിടെ നിൽക്കുന്തോറും അത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് വരും. അന്നേരം ബിഗ് ബോസ് തന്നെ ഇടപെട്ട് പുള്ളിക്കാരി ആ മുടി ഒന്ന് ഇളത്തി മാറ്റി കൊടുത്താൽ പുള്ളിക്കാരി കുറച്ചും കൂടി ആക്റ്റീവ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ ബൈ, ടാറ്റ.